ആ സർ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇവിടെ ഇങ്ങനൊരു പ്രസന്റേഷൻ അവസരം തന്ന ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും എന്നെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമേ പറയട്ടെ, എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇൻഷുറൻസ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിലെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും പഠിക്കാൻ നടത്തിയൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഇതൊരിക്കലും ഒരു സെല്ലിങ്ങിന് വേണ്ടിയുള്ളൊരു പ്രസന്റേഷൻ അല്ല, മറിച്ച് ഈ സ്പെഷ്യൽ ചിൽഡ്രന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ എനിക്കറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിന്റെ പോസിറ്റീവായ വശങ്ങൾ മാത്രം പറയുന്ന ഒരു സെഷൻ ആയിരിക്കില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ പൂർണ്ണമായും ഒരു മാറി നിന്നുകൊണ്ട് ഒരു ക്രിട്ടിക്കിന്റെ സ്വഭാവത്തോടു കൂടി നോക്കിക്കാണുന്ന തരത്തിലൊരു സെഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഈ ഇത്തരം പ്രോഡക്റ്റുകളെ കുറിച്ച് ഒരു കൃത്യമായ അവബോധം ഉണ്ടാക്കാൻ എൻ്റെ ഈ പ്രസന്റേഷൻ സഹായിച്ചാൽ അതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് ഇടാം. സർ, പിന്നെ അതിലേക്ക് പോവാം അല്ലേ? സ്ലൈഡിലേക്ക് പോവാലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആമുഖം എന്ന നിലയിൽ പറയാണ് ഇതിനെക്കുറിച്ച്. ഞാൻ ആദ്യമേ പറയട്ടെ, പിന്നെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം, ഈ പ്രോഡക്റ്റ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ പരിധിയിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഇന്ത്യയിൽ ആദ്യത്തേതാണ്. ഇത് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതുകൊണ്ട് ഇത് കേൾക്കാൻ നിൽക്കുന്ന പല പേരൻസിനെ സംബന്ധിച്ചോളം ഇത് അത്രയൊരു സന്തോഷകരമായ വാർത്തയായിരിക്കത്തില്ല, പക്ഷെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇന്ന് വരെ ഇത്തരത്തിൽ സ്പെഷ്യൽ ചിൽഡ്രനെ എല്ലാം തന്നെ ഇൻഷുറൻസിന്റെ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ സർക്കാർ സ്വഭാവത്തിലുള്ള നിരാമയ പോലുള്ള പ്രോഡക്റ്റുകൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിരുന്നെങ്കിൽ ഇപ്പോ മറ്റൊരു പ്രോഡക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ASDക്ക് മാത്രമായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഈ ഞാൻ പറയുന്ന വിവരങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന അല്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളോ ആയ ആർക്കൊക്കെയോ ഇത് അവർ വളരെ കാത്തിരിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു മെസ്സേജ് എന്ന നിലയിൽ ഇതിനെ സമീപിക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആമുഖം എന്ന നിലയിൽ മാത്രം പറയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എന്നെക്കാളും അറിയാവുന്ന കാര്യങ്ങളാണ്. 2011 സെൻസസ് ഡേറ്റ വെച്ചിട്ട് 22 ലക്ഷത്തോളം കുട്ടികളാണ് 2-നും 9-നും വയസ്സിൽ ഇന്ത്യയിൽ ഓട്ടിസം ബാധിതരായിട്ടുണ്ടെന്ന് എന്നാണ് പറയുന്നത്. നമ്മുടെ 65 കുട്ടികളിൽ ഒരാൾക്ക് ഇന്ത്യയിൽ ഓട്ടിസം ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് പിന്നെ മെയിൻ സ്ട്രീം മേഖലയിൽ എന്നാണ്, സ്വകാര്യ മേഖലയിൽ നിന്നല്ല, മെയിൻ സ്ട്രീം മേഖലയിൽ, അതായത് മുഖ്യധാര ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ ഒരു പോളിസി പോലും നിലവിലുണ്ടായിരുന്നില്ല. ഉള്ള പോളിസികൾ എന്ന് പറയുന്നത് സർക്കാർ നമ്മളെ സഹായിക്കാൻ വേണ്ടി സവിശേഷമായി ഉണ്ടാക്കിയിരിക്കുന്ന പോളിസികളാണ്. അപ്പോൾ മുഖ്യധാരയിൽ ആദ്യമായിട്ട് ASD ഉള്ളവർക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ്. ആ പ്രോഡക്റ്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് സ്പെഷ്യൽ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ആണത്. ഇനി നമുക്ക് അതിന്റെ മെയിൻ ഫീച്ചേഴ്സിൽ കിടക്കാം. ഇതൊരു ഇൻഡിവിജ്വൽ പോളിസിയാണ്. ഇതൊരു ഗ്രൂപ്പ് പോളിസി അല്ല, ഒരു ഇൻഡിവിജ്വൽ പോളിസിയാണ്. ഈ പോളിസിയുടെ കാലാവധി ഒരു വർഷമാണ്. ഓരോ വർഷവും മറ്റ് മെയിൻ സ്ട്രീം പോളിസികളെ പോലെ നമ്മൾക്ക് ഇത് പുതുക്കി മുന്നോട്ട് പോകുന്ന തരം പോളിസിയാണ് ഇത്. സർ, കേൾക്കാമല്ലോ സർ? ഹലോ സർ. കേക്കാം. ഓക്കെ.
ഇതിന്റെ ഇതിനൊറ്റ സം ഇൻഷുർഡ് മാത്രമേ ഉള്ളൂ. അത് 3 lakhs ആണ്. സാധാരണ മെയിൻ സ്ട്രീം ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ നമുക്ക് 1 lakh തൊട്ട് 1 crore സാധാരണ അതിനപ്പുറവും ഉള്ള തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളാണ് നിലവിലുള്ളത്. പക്ഷെ ഇതിനൊറ്റ സം ഇൻഷുർഡേ ഉള്ളൂ, അത് 3 lakhs ആണ്. ഇതിന്റെ എൻട്രി ഏജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 3 and 25 years ആണ്. അതായത് 3 വയസ്സ് മുതൽ 25 വയസ്സിനിടയിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ഈ പോളിസിയിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയും. 25 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയത്തില്ല. കമ്പനി നമുക്ക് തരുന്ന ഇതിനകത്ത് ഏറ്റവും പോസിറ്റീവായൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് 25 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിസി ഇല്ലല്ലോ. പക്ഷെ ഈ പോളിസിക്കകത്ത് എൻ്റർ ചെയ്ത വ്യക്തിയെ ഒരു സ്യൂട്ടബിൾ ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റിലേക്ക് കമ്പനി മാറ്റും. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു കോമൺ ഒരു നോർമൽ ഒരു ടിപ്പിക്കൽ ഇൻഡിവിജ്വൽ പോളിസിക്ക് അർഹയാക്കി 25 വയസ്സ് കഴിയുന്ന കുട്ടിയെ മാറ്റും. അതോടുകൂടി അവർക്ക് ലൈഫ് ടൈം ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ സാധാരണ എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് ഈ പോളിസിയുടെ ഏറ്റവും നല്ല ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഇൻഷുറൻസിന്റെ വെളിയിലായത് മൂലം സ്വയമേ തന്നെ ഒരുപാട് തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പിന്നെ ഒരുപാട് സാമ്പത്തികം ആവശ്യമായി വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ കുട്ടികൾ പലപ്പോഴും ഇൻഷുറൻസിന്റെ പുറത്തായിരിക്കുന്നതിന്റെ വിഷമതകൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നല്ലൊരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഇത് സാധാരണ ഒരു പോളിസി പോലല്ല. സാധാരണ ഒരു പോളിസി, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു എന്ന് ഇപ്പൊ സാർ നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് ആ പോളിസി ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ടും നിങ്ങൾക്ക് നൽകാൻ കഴിയും. പക്ഷെ ഇവിടെ ഈ പോളിസിക്ക് കമ്പനി ഈ പ്രീ അക്സെപ്റ്റൻസ് മെഡിക്കൽ ചെക്കപ്പുകളൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. പകരം ട്രീറ്റ്മെന്റ് റെക്കോർഡുകളുടെ സ്പെഷ്യലിസ്റ്റുകളുടെ ട്രീറ്റ്മെന്റ് റെക്കോർഡുകളുടെ കോപ്പി മാത്രം കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാത്ത കാര്യം, ഇത് ഒരിക്കലും 100% ഇത് കിട്ടും എന്ന ഉറപ്പ് 100% നമുക്ക് പറയാം. നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സിന് ശേഷം അവിടുത്തെ എക്സ്പെർട്ട് ഡോക്ടർമാരുടെ പാനലാണ് നമുക്ക് ഇൻഷുറൻസ് നൽകുന്നത്. അതുകൊണ്ട് മറ്റ് പോളിസികളിൽ നമ്മളൊരു പോളിസിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിസി നമുക്ക് ലഭിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഈ പോളിസിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സുകൾക്ക് അവസാനം മാത്രമേ ഈ പോളിസി നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയൂ. ഒന്ന്, ഇത് പൂർണ്ണമായും ASDക്കകത്ത് ആ സ്പെക്ട്രത്തിനകത്ത് ഓട്ടിസത്തിന്റെ സ്പെക്ട്രത്തിനകത്ത് വരുന്ന തരം അസുഖങ്ങളെയാണ് തരത്തിലുള്ള സ്പെഷ്യാലിറ്റികളുള്ള കുട്ടികളെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. ദൗർഭാഗ്യവശാൽ ഇതിന് പിന്നെ സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളെ, ഓട്ടിസത്തിനോടൊപ്പം മെന്റൽ റിട്ടാർഡേഷനോ സെറിബ്രൽ പാൾസികളോ ഉള്ള കുട്ടികളെ ഈ പോളിസിയിലേക്ക് എൻ്റർ ചെയ്യാൻ കമ്പനി ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, ഇതിനോടൊപ്പം നമ്മൾ ആദ്യം സമർപ്പിക്കേണ്ടത് പിന്നെ ഈ കുട്ടിയുടെ സ്കോർ ബോർഡാണ്. ആ സ്കോർ ബോർഡിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന 3 വിഭാഗങ്ങളായിരിക്കുമല്ലോ ഉണ്ടാവുക. സിവിയർ ആയിട്ടുള്ളവർക്ക് ഇതിന്റെ പോളിസി അണ്ടർ റൈറ്റിംഗുകളിൽ പലപ്പോഴും റിജക്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. മൈൽഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാൻ 100% അല്ലെങ്കിൽ ഒരു 95% സാധ്യത ഉള്ളപ്പോൾ ഒരു 50% സാധ്യത മോഡറേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ളത്. അപ്പോൾ ഫലത്തിൽ ഇത് മൈൽഡ്, മോഡറേറ്റ് ആയിട്ടുള്ള ഓട്ടിസ്റ്റുകൾക്ക് ആണ് ഇതിന്റെ പ്രയോജനം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു നിരാശയ്ക്ക് വകയുണ്ട്. മറ്റെല്ലാത്തിനെയും മറ്റ് ഓട്ടിസത്തിന് മാത്രമായിട്ട് ഒരു പോളിസി വന്നിരിക്കുന്നു. ആ പോളിസി തന്നെ മൈൽഡ്, മോഡറേറ്റ് വിഭാഗങ്ങളെയാണ് കൂടുതലും എന്റർടൈൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ മൈൽഡ്, മോഡറേറ്റ് വിഭാഗങ്ങൾക്കെങ്കിലും ഇൻഷുറൻസ് കിട്ടുന്ന ഒരു മെയിൻ സ്ട്രീം ഇൻഷുറൻസ് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം. ഇനി നമുക്ക് ഇതിന്റെ ഈ സ്പെഷ്യൽ കെയർ പോളിസിയുടെ ഹൈലൈറ്റുകളിലേക്ക് കടക്കാം. അത്
എന്താണ് ഈ പോളിസി ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്തിനാണ് എന്ന് ഇത് നമുക്ക് ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നമ്മൾക്ക് വരുന്നതായ പലതരം അസുഖങ്ങളും അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട്. ആശുപത്രിയിൽ കിടന്നുള്ള അത്തരം ചികിത്സകളുടെ സ്ഥലത്താണ് ഇത് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പം സാധാരണ പനി തൊട്ട് കോവിഡ് തൊട്ട് മറ്റ് നമുക്ക് വരാവുന്ന എല്ലാതരം അസുഖങ്ങളും നമുക്ക് വരാവുന്ന എല്ലാതരം അപകടങ്ങളുടെയും സാധ്യത ബാധ്യതകളെ കുറയ്ക്കുവാൻ ഈ പോളിസിക്ക് കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ റൂം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം 5,000 rupees ആണ്. ഇത് സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന മെയിൻ സ്ട്രീം പോളിസിക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യമാണ്. ഒരു 3 lakhs 5 lakhs വരെയുള്ള പോളിസികൾക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യമാണ് കമ്പനി ഈ സ്പെഷ്യൽ കെയറിൽ നൽകിയിരിക്കുന്നത്. 5,000 രൂപ വരെ ദിവസ വാടകയുള്ള റൂം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എല്ലാത്തരം ടെസ്റ്റുകൾ സാധാരണ മെയിൻ സ്ട്രീം ഹെൽത്ത് ഇൻഷുറൻസുകളിൽ നൽകുന്ന എല്ലാത്തരം ടെസ്റ്റുകളെയും പിന്നെ ചെലവുകളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനസ്തേഷ്യ, ബ്ലഡ്, ഓക്സിജൻ, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, സർജിക്കൽ അപ്ലയൻസുമായിട്ട് ബന്ധപ്പെട്ടവ, മെഡിസിൻ ആൻഡ് ഡ്രഗ്സ്, ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടും. അതുപോലെ തന്നെ സർജന്റെ ചെലവ്, അനസ്തേഷ്യസ്റ്റിന്റെ ചെലവ്, മെഡിക്കൽ പ്രാക്ടീഷണർക്ക് കൊടുക്കുന്ന ഫീസ്, കൺസൾട്ടന്റിന്റെ ഫീസ്, സ്പെഷ്യലിസ്റ്റ് ഫീസുകൾ ഒക്കെ തന്നെ ഈ കവറേജിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ 24 മണിക്കൂർ കിടന്നുള്ള 24 മണിക്കൂറെങ്കിലും മിനിമം കിടന്നുള്ള ഹോസ്പിറ്റലൈസേഷൻ കേസുകളിലാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ആംബുലൻസ് ഒരു തവണ 750 രൂപ വെച്ച് ഒരു പോളിസി പീരീഡിൽ ഒരു വർഷം 1,500 രൂപ വരെ ആംബുലൻസ് ഉപയോഗിക്കാനുള്ള ചാർജ്, അതായത് ഒരു വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന തരത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 1,500 രൂപ വരെ ഒരു തവണ, അതായത് 2 തവണ ഉപയോഗിക്കാനുള്ള പൈസ ഒരു വർഷം ഉണ്ടാകും. അതിനുശേഷം സാധാരണ മെയിൻ സ്ട്രീം ഹെൽത്ത് ഇൻഷുറൻസുകളിൽ നമുക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചാർജ് ഉണ്ട്. അതായത് നമുക്കൊരു അസുഖം വരുന്നു, ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, നമ്മൾ 4-5 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റലിലാകുന്നതിന്റെ 60 ദിവസമോ 30 ദിവസമോ ഓരോ പോളിസിയിലും ഓരോ തരത്തിലായിരിക്കും. അവിടെയുള്ള ചെലവിന്റെ തുക നമ്മൾ കമ്പനി നമുക്ക് തരുന്നുണ്ട്. പിന്നെ സ്കാനിന്റെയും ഡ്രഗ്സിന്റെയും ഒക്കെ ആയിട്ടുള്ള എക്സ്പെൻസുകൾ. പക്ഷെ ഇവിടെ നമുക്ക് അതേപോലെ അതിനകത്ത് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചാർജും ഉണ്ട്. ഇവിടെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളുടെ 7% അല്ലെങ്കിൽ ആക്ച്വൽ ഇൻക്ലൂഡ് 60 ദിവസം വരെ ഉള്ളത്. നമ്മളത് ഇങ്ങനെ കൂട്ടിയാൽ മതി. നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ചാർജ് മൊത്തത്തിൽ എത്രയാകുന്നു അതിന്റെ 7% വരെ ആയിരിക്കും അത് കിട്ടുന്നത്. അതൊരു വലിയ അട്രാക്റ്റീവായ കാര്യമൊന്നുമല്ല, ഒരു ചെറിയ സമാശ്വാസം മാത്രമാണ്. പിന്നെ ഇതിനകത്ത് പ്രത്യേകമായി കാണേണ്ടത് ഇതിന് കോ പേയ്മെന്റ് ഉണ്ട്. നമുക്ക് എത്ര രൂപയാണോ നമുക്ക് ചെലവാകുന്ന ആക്ച്വൽ കമ്പനി സാധാരണഗതിയിൽ പിന്നെ ഇൻഷുറൻസ് പോളിസികൾക്കുള്ളത് അതിന്റെ 80% ആയിരിക്കും കമ്പനി തരിക, 20% നമ്മുടെ പേയ്മെന്റ് ആയിരിക്കും. ഇത് പിന്നെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് 60 വയസ്സിന് ശേഷം പോളിസിയിലേക്ക് മെയിൻ സ്ട്രീം പോളിസിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സാധാരണ എല്ലാവർക്കും കണ്ടുവരുന്നതാണ് കോ പേയ്മെന്റ്. ചില കമ്പനികളിൽ എല്ലാ തരം ആളുകൾക്കും കോ പേയ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള പല പോളിസികളിലും കോ പേയ്മെന്റ് ഇല്ലാത്ത പോളിസികളുണ്ട്. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ പോളിസി എന്ന നിലയിൽ ഇതിനകത്ത് കോ പേയ്മെന്റ് ഉണ്ട്, 20% ആണ്. ഇനി വെയിറ്റിംഗ് പീരീഡ് ആണ്. വെയിറ്റിംഗ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോളിസി എടുത്ത് തൊട്ടടുത്ത ദിവസം തൊട്ട് നമുക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും കവറേജ് ഉണ്ടാകും. നമ്മൾ പോളിസി എടുത്ത് 15 ദിവസം കഴിഞ്ഞ് 16 ദിവസത്തിന് ശേഷം വരുന്ന കോവിഡ് കവറേജിനുള്ളിലായിരിക്കും. നമുക്ക്
30 ദിവസം കഴിഞ്ഞു വരുന്ന എല്ലാ തരത്തിലുള്ള പകർച്ച അസുഖങ്ങൾ, നമുക്ക് സാധാരണഗതിയിൽ വരുന്ന അസുഖങ്ങൾ എല്ലാം തന്നെ 30 ദിവസത്തിന് ശേഷം കവേർഡ് ആയിരിക്കും. പിന്നെ സ്പെസിഫൈഡ് ഡിസീസ് എന്ന് വെച്ചിട്ടുള്ള 24 മാസത്തിന് ശേഷം വരുന്ന, അത് 2 വർഷം പോളിസി പുതുക്കി 3-ാമത്തെ വർഷം വരുന്ന, ഇതെല്ലാം കോമൺ മെയിൻ ഹെൽത്ത് ഇൻഷുറൻസുകളിലുള്ള അതേ നിബന്ധനകളാണ് ഇതും. അതായത് ഫിസ്റ്റുല, ഹൈഡ്രോസിൽ, പിന്നെ വെരിക്കോസ് വെയിൻ, അങ്ങനെയൊക്കെ വരുന്ന കുറെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറെ പ്രൊസീജിയർ ഉണ്ട്. ഇതിനെല്ലാം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, നിലവിലുള്ള അസുഖങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 48 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് കവറേജ് കിട്ടുക. ഇത് മാത്രമല്ല, എല്ലാ പോളിസികൾക്കും, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്കും നമുക്ക് നിലവിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ സൂചിപ്പിച്ചിരിക്കണം. അതിന് 4 വർഷത്തിന് ശേഷം 5-ാം വർഷം മുതലായിരിക്കും നമുക്ക് അതിന്റെ കവറേജ് കിട്ടുക. ഹലോ, if you simultaneously keep changing the slide also, then it will help us. This is just stopping on the first slide only. Sorry, I am changing the slide. Yeah, no, slide is not changing. Slide change ആകുന്നില്ല. It is just the first slide only we can see still. Yeah. See, we are just. Yeah. Now. കാണാമോ സാറേ? I think you have to put it in slideshow. Put it in slideshow. Yeah. ഞാൻ സ്ലൈഡ് ഷോയിലാണ് ഇട്ടിരുന്നത്. Slideshow, you have to share the slideshow mode, not the PPT. You have to share the slideshow mode. അതാകുമ്പോഴത്തേക്കും we can see. We are just seeing the first slide only. ഞാൻ സ്ലൈഡ് ലോഡ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇല്ല, സ്ലൈഡ് ഷോ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇല്ല. സ്ലൈഡ് ഷോ ഈ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് you have to സ്ലൈഡ് ഷോ ഷെയർ ചെയ്യണം. You share the slideshow. You share slideshow. PPT അല്ല, slideshow. Now you share. ഇപ്പൊ ഷെയർ ചെയ്താൽ മതി slideshow. ഇനി ഇപ്പൊ വന്നോ? അല്ല, വന്നു. ഇപ്പോഴും പഴയ മോഡാണ്. സ്ലൈഡ് ഷോ സെലക്ട് ചെയ്തില്ല. You have not selected slideshow. ഇത് കട്ട് ചെയ്തിട്ട് അത് സൂമിൽ ഷെയർ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുമല്ലോ, ആ സമയത്ത് സ്ലൈഡ് ഷോ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം സ്ലൈഡ് ഷോയുടെ ഫയലല്ലേ എടുക്കേണ്ടത്? ഫയലല്ല, ഫയൽ എടുക്കരുത്. ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ആ സ്ലൈഡ് ഷോ കാണാൻ പറ്റും സെലക്ട് ചെയ്യാൻ. You have to. അതർവൈസ് ഈ ഫയലിൽ തന്നെ ഓരോ സ്ലൈഡ് ചേഞ്ച് ചെയ്ത് സംസാരിക്കണം. അടുത്ത് ഞാൻ അത് നോക്കാം സാറേ, അതായിരിക്കും പ്രാക്ടിക്കല്. കാരണം എനിക്ക് അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഓരോ സ്ലൈഡും. ഇനിയിപ്പോ സെക്കൻഡ് സ്ലൈഡ് ഞങ്ങള് ഇപ്പൊ കാണുന്നുണ്ടോ? അല്ല, ഇപ്പൊ തേർഡ് സ്ലൈഡ് കാണാം, ഇപ്പൊ സെക്കൻഡ് സ്ലൈഡ് കാണാം. ഞങ്ങൾ ആകെ ഫസ്റ്റ് സ്ലൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒരു സ്ലൈഡും കണ്ടില്ല. ഓ സാർ, ഇപ്പൊ മാറി വരുന്നുണ്ടോ? മാറി വരുന്നുണ്ട്. ഓക്കെ. ഞാനിതൊന്നും കൂടെ ഓടിച്ച് പറയണ്ടോ? ഒന്ന് ഓടിച്ച് പറഞ്ഞാൽ മതി. ശരി. ഓട്ടിസം ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ മറ്റ് പോളിസികളില്ല. ആദ്യമായിട്ടാണ് ഒരു മെയിൻ സ്ട്രീമിൽ വരുന്നത്. ഇതൊരു ഇൻഡിവിജ്വൽ പോളിസിയാണ്. സാറേ കാണാലോ? കാണാം. ഇത് 1 വർഷത്തേക്ക് മാത്രമാണ്. 1 വർഷം തോറും പുതുക്കുന്ന സാധാരണ മെയിൻ സ്ട്രീം പോളിസി പോലെയാണ്. പക്ഷെ ഇൻഡിവിജ്വൽ പോളിസിയാണ്, ഗ്രൂപ്പ് പോളിസി ഇല്ല. സം അഷ്യൂർഡ് 3 ലക്ഷം രൂപയാണ്. എൻട്രി 3 തൊട്ട് 25 വയസ്സ് വരെയാണ്. 25 വയസ്സിന് ശേഷം ഒരു സ്യൂട്ടബിൾ ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റിലേക്ക് ഇത് മാറുന്നു. ഇതിന് മെഡിക്കൽ ചെക്കപ്പുകൾ ആവശ്യമില്ല. പക്ഷെ നമ്മളുടെ റെക്കോർഡുകൾ, സ്പെഷ്യലിസ്റ്റുകളുടെ റെക്കോർഡുകൾ നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കണം. ഒപ്പം നമ്മൾ സ്കോർ ബോർഡാണ് ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ റൂം എലിജിബിലിറ്റി എന്ന് പറയുന്നത് പെർ ഡേ 5000 rupees ആണ്. എല്ലാ തരത്തിലുള്ള സാധാരണ പോളിസിയിലുള്ളത് പോലെയുള്ള കവറേജുകളുണ്ട്. സർജൻ, അനസ്തേഷ്യസ്റ്റ്, മെഡിക്കൽ പ്രാക്ടീഷണർ ഇതെല്ലാം ഉണ്ട്. മെഡിക്കൽ എമർജൻസി ആംബുലൻസിന് ഒരു ഹോസ്പിറ്റലൈസേഷൻ 750, ഒരു പോളിസി പീരീഡിൽ 1500 രൂപയുമാണ് ഉള്ളത്.
പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 7% ഓഫ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഓർ ആക്ച്വൽ ഇൻക്ലൂഡ് അപ് ടു 60 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഇനി കോ പേയ്മെന്റ് ഉണ്ടാകും. അത് 20% വെച്ചിട്ട് ഓരോ ക്ലെയിമിനും 20% വെച്ചിട്ടായിരിക്കും കോ പേയ്മെന്റ്. വെയിറ്റിംഗ് പീരീഡ് ഞാൻ പറഞ്ഞു, ഇന്ന് നാളെ മുതൽ ആക്സിഡന്റുകൾ കവറേജ് ആവും. 16-ാം ദിവസം തൊട്ട് കോവിഡ് കവറേജ് ആവും. 2 വർഷം കഴിഞ്ഞാൽ സ്പെസിഫൈഡ് പ്രൊസീജിയർ, അത് ഞാൻ പറഞ്ഞു, പിന്നെ ഫിസ്റ്റുല, ഹൈഡ്രോസില്, വെരിക്കോസ് വെയിൻ തുടങ്ങിയിട്ടുള്ള ഒരു ലിസ്റ്റാണത്. 48 മാസത്തിന് ശേഷം, അതായത് 5-ാമത്തെ വർഷം മുതൽ നിലവിലുള്ള അസുഖങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ വരെയാണെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്ന നമുക്ക് നിലവിലുള്ള അസുഖം നമ്മൾ അതിൽ സൂചിപ്പിക്കണം. സൂചിപ്പിച്ചു കഴിഞ്ഞാൽ 5-ാമത്തെ വർഷം തൊട്ട് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് കവറേജ് കിട്ടും. ഇതിൽ നിന്നും ഈ പോളിസിയിൽ ഓട്ടിസത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് സൂചിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് ഓട്ടിസം ഒഴിച്ച് മറ്റെന്ത് അസുഖം നിലവിലുണ്ടെങ്കിലും നമ്മളത് സൂചിപ്പിക്കണം. ഈ മുമ്പേ പറഞ്ഞു തന്നെയാണ് ഡേ കെയർ പ്രൊസീജിയറുകൾ. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ആണ് പ്രധാനമായിട്ടും ഇൻഷുറൻസ് ലഭിക്കുന്നെങ്കിലും ഒരു 800ഓളം അസുഖങ്ങളെ ഡേ കെയർ പ്രൊസീജിയറുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും പുതുതായിട്ട് IRDAയുടെ ഇടപെടലോടെ ഈ മാസം 1-ാം തീയതി തൊട്ട് ഇതുവരെ എക്സ്ക്ലൂഷൻ കൊടുത്തിരുന്ന തരത്തിലുള്ള ബലൂൺ സർജറി പോലുള്ള ഓറൽ കീമോ, സ്റ്റെം സെൽ തെറാപ്പി, ഈ പ്രോസ്റ്റേറ്റിന്റെ ഉള്ള ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള കുറെ എണ്ണം വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 800ഓളം ഡേ കെയർ പ്രൊസീജിയറുകളെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 വർഷത്തിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഇത് ടാക്സ് കൊടുക്കുന്ന പ്രൊപ്പോസറെ സംബന്ധിച്ചോളം ഇതിനൊരു പ്രൊപ്പോസർ ഉണ്ടാവുമല്ലോ, ആളെല്ലാം എടുക്കുന്ന പ്രൊപ്പോസർ ഉണ്ടാവും. പ്രൊപ്പോസർക്ക് 80D അനുസരിച്ച് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാകും. 25,000 രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന 80Dയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്. ഇനി ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട എക്സ്ക്ലൂഷൻസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള വൈറ്റമിൻസ്, ടോണിക് എന്നിവയ്ക്ക് ഇത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇത് സാധാരണ ഞാൻ പറഞ്ഞു പോകുന്നതിനുള്ള പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ഏതെങ്കിലും തരത്തിലുള്ള മദ്യപാനോ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാവുന്ന അസുഖങ്ങൾക്ക് കിട്ടില്ല. ഡയഗ്നോസ്റ്റിക് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഡയഗ്നോസ്റ്റിക് പർപ്പസിന് മാത്രമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കിട്ടത്തില്ല. എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം പലപ്പോഴും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന മേഖലയാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ. നമ്മൾക്ക് 2 ദിവസം കിടന്നു, നമുക്ക് വലിയ ക്ഷീണം പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഡോക്ടർ എഴുതുന്ന ഒരു അസുഖവും ഇല്ല, വീട്ടിൽ പോകാൻ പറഞ്ഞ് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പണം ഒരു ഹെൽത്ത് ഇൻഷുറൻസിലും കിട്ടത്തില്ല. അപ്പൊ ഈ സമയത്താണ് ഇൻഷുറൻസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് അവിടെ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു ഡിസീസ് അല്ലെങ്കിൽ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒന്ന് ചികിത്സിക്കുന്നതിന് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് വേണ്ടിയുള്ള ഹോസ്പിറ്റലൈസേഷൻ ഇല്ല എന്നുള്ള ഒരു എക്സ്ക്ലൂഷനോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആയുഷ് ട്രീറ്റ്മെന്റുകൾക്ക് പിന്നെ പോളിസി ഇല്ല. ഇതിനകത്ത് ഒരു വലിയ ഒരു പരിമിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സ്പെഷ്യാലിറ്റി ചിൽഡ്രനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മെയിൻ സ്ട്രീം എന്നതുപോലെ തന്നെ ഈ ആയുഷ് മേഖലയിലും വളരെയധികം റിസൾട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ റിസൾട്ടുകൾ ദൗർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളിലേക്കുള്ള ട്രീറ്റ്മെന്റിന് നമുക്ക് ഈ പോളിസി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇന്ത്യയില് വളരെ ശ്രമഫലമായിട്ട് വേറെ പല ഇൻഷുറൻസിലേക്ക് ഇപ്പൊ ആയുഷ് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ആയുഷ് ഇല്ലാത്ത തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളും ഉണ്ട്. ഉള്ളത് തന്നെ വളരെ സബ് ലിമിറ്റ് ആയുഷ് ട്രീറ്റ്മെന്റുകൾക്കുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സെറിബ്രൽ പാൾസി ഉള്ളവർക്ക് ഈ പോളിസി ലഭിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ അതിനെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എക്സ്ക്ലൂഷനിൽ പറയുന്നതല്ല, സെറിബ്രൽ പാൾസിക്ക് ഇത് കിട്ടത്തില്ല. ക്രോമോസോമൽ അബ്നോർമാലിറ്റീസിനുള്ള ചികിത്സയ്ക്കും
കിട്ടില്ല. ജനറ്റിക് അബ്നോർമാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ലഭിക്കില്ല. മെന്റൽ റിട്ടാർഡേഷനുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കും ലഭിക്കില്ല എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. അതുപോലെ അപകടം മൂലമല്ലാതുള്ള ദന്തൽ ട്രീറ്റ്മെന്റുകൾക്കും കിട്ടത്തില്ല. ഇനി മെയിൻ സ്ട്രീം ഹെൽത്ത് ഇൻഷുറൻസിലെ ഒരു വളരെ ആകർഷകമായ ഘടകമാണ് റീസ്റ്റോറേഷൻ. അതായത് നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി ഉപയോഗിച്ച് നമ്മുടെ 3 ലക്ഷം സം അഷ്യൂർഡ് കഴിഞ്ഞാൽ കമ്പനി വീണ്ടും ഫ്രീ ആയിട്ട് റീസ്റ്റോർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിവിടെ ഇല്ല. പിന്നെ ക്ലെയിം വന്നില്ല എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ബോണസുകൾ അടുത്ത വർഷത്തെ പോളിസിയിലേക്ക് ചേർക്കുന്ന അതും ഇവിടെ അലൗഡ് അല്ല. ഹെൽത്ത് ഫ്രീ നോ ക്ലെയിം പോളിസി ഹോൾഡേഴ്സിന് ഫ്രീ ഹെൽത്ത് ചെക്കപ്പുകൾ ഉണ്ട് മെയിൻ സ്ട്രീമിൽ, അത് ഇവിടെ ഇല്ല. ഇനി എല്ലാ പോളിസിയിലും എന്ന പോലെ ഇതിനകത്തും ചില സബ് ലിമിറ്റുകൾ പറയുന്നുണ്ട്. അത് അഡിനോ ടോൺസിലെക്ടോമി എന്ന് പറയുന്ന, അതായത് ടോൺസിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സർജറി ആണ് വരുന്നതെങ്കിൽ 25,000 രൂപയായിരിക്കും ഒരു പോളിസി പീരീഡിൽ മാക്സിമം കിട്ടുക. സീഷറുമായി ബന്ധപ്പെട്ട് ചുഴലിയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ 30,000 രൂപയായിട്ട് സബ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. 30,000 രൂപയായിരിക്കും അതിൽ മാക്സിമം നമുക്ക് കിട്ടുക. ഇനി ബോട്ടക്സ് ഇഞ്ചക്ഷനുമായി ബന്ധപ്പെട്ട്, ബോട്ടക്സ് ഇഞ്ചക്ഷൻ ഈ അടുത്ത കാലത്ത് പിന്നെ അംഗീകരിക്കപ്പെട്ട ഒരു ഇഞ്ചക്ഷൻ ആണ്. അതൊരു ക്യൂറിന് വേണ്ടിയല്ല, നമ്മുടെ മസിലുമായി ബന്ധപ്പെട്ട് ഓട്ടിസം മേഖലയിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ് ബോട്ടക്സ് ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷന് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട, അതായത് 24 മണിക്കൂറെങ്കിലും മിനിമം ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന പേഷ്യന്റ് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പോളിസി പീരീഡിൽ 20,000 rupees ആണ് മാക്സിമം ബോട്ടക്സ് ഇഞ്ചക്ഷന് വേണ്ടി ലഭിക്കുക. അതേപോലെ OP ട്രീറ്റ്മെന്റുകൾക്ക് ഡേ കെയറുകൾ നമ്മൾ ഉദ്ദേശിച്ചത് ഒഴിച്ച് ബാക്കി OP ട്രീറ്റ്മെന്റുകൾക്ക് ഇതിനകത്ത് കവറേജ് ഇല്ല. അതേസമയം ബിഹേവിയർ തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി ഇതൊക്കെ വേണ്ടി ഒരു വർഷം 1,500 രൂപ കമ്പനി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മിക്കവാർക്കും പേർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെറാപ്പി നടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു 1,500 രൂപ അവർക്ക് ആ വർഷം കിട്ടുമെന്നതായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ സബ് ലിമിറ്റുകൾ. ഇതിന്റെ കവറേജുകൾ നമ്മൾ പറഞ്ഞു. ഇത് ഏറെക്കുറെ ഈ പോളിസിയുടെ പരിമിതികളും ഇതിന്റെ സാധ്യതകളും ഇതിന്റെ ഗുണങ്ങളും ഇതിന്റെ സവിശേഷതകളുമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഈ പോളിസി അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സ്റ്റാർ ആണ് 2006 ആണ് സ്റ്റാർ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ് സ്റ്റാർ. എന്നാൽ ഇൻഷുറൻസ് മാത്രം സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തതും ഏറ്റവും പ്രമുഖവുമായ ഇൻഷുറൻസ് കമ്പനിയാണ് സ്റ്റാർ. അപ്പോ ഈ പോളിസി നമുക്ക് അവതരിപ്പിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമാകത്തുള്ളൂ. ഓട്ടിസിക് പീപ്പിളിന് വേണ്ടി ഇന്ത്യയിൽ മറ്റൊരു പോളിസി ഇല്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കമ്പനി, ഒരു ഇൻഷുറൻസ് കമ്പനി, ഒരു മെയിൻ സ്ട്രീം ഇൻഷുറൻസ് കമ്പനി പോളിസി അവതരിപ്പിക്കുന്നത് സ്റ്റാറിൻ്റെതാണ്. സ്റ്റാറിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പിന്നെ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് അവർ ഇത് അവതരിപ്പിച്ചത്. 2016 ചെന്നൈയിലെ ഒരു NGO ആയിട്ട് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് പോളിസി ആയിട്ടാണ് അവർ ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഓട്ടിസത്തെ കുറിച്ച് അവര് പല സ്പെഷ്യൽ ആയിട്ടുള്ള മാഗസിനുകളും ഒക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓട്ടിസം മേഖലയിൽ അവർ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഓട്ടിസം പീപ്പിളിന് വേണ്ടി ഇങ്ങനെ ഒരു പോളിസി തുടങ്ങുന്നത്. ഇനി പ്രീമിയം, ഇതിന്റെ പ്രീമിയം എത്രയാണെന്നുള്ളത് നമുക്ക് പ്രീമിയം കോസ്റ്റ് നമുക്ക് പരിശോധിക്കാം. ഞാനത് പരിശോധിച്ചിട്ടുള്ള എനിക്ക് വളരെ അഫോർഡബിളും റീസണബിളും ആയിട്ടാണ് തോന്നിയത്. നമുക്കത് എങ്ങനെയെന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. പ്രീമിയം കോസ്റ്റ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന പ്രീമിയം സ്പെഷ്യൽ കെയറിൻ്റെതല്ല, സ്റ്റാർ സ്പെഷ്യൽ കെയറിൻ്റെതല്ല. ഇത് സാധാരണ കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ പോളിസി ഉണ്ട്. സ്റ്റാറിന്റെ സാധാരണ നമ്മളെല്ലാവരും എടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ പോളിസി. അതിനകത്ത് മെഡി ക്ലാസിക് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ബേസിക് ഉണ്ട്, ഗോൾഡും ഉണ്ട്.
5 മാസം പ്രായമായ കുട്ടി തൊട്ട് 35 വയസ്സുള്ളവർക്ക് ഒരൊറ്റ പ്രീമിയം ആണ് ഉണ്ടാവുക, വർഷം തോറും അടയ്ക്കേണ്ടത്. അത് 4485 രൂപയും 18% GST 1% സെസ്സുമാണ്. ഈ ഫിഗർ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്. അതേസമയം അത് ഗോൾഡിലേക്ക് വരുമ്പോൾ കുറെ കൂടി പിന്നെ ഫീച്ചേഴ്സ് ഉള്ള ഗോൾഡിലേക്ക് വരുമ്പോൾ 16ാം ദിവസം തൊട്ട് എടുക്കാം, 35 വയസ്സ് വരെ അത് 5011 രൂപയാണ്. പ്ലസ് GST പ്ലസ് സെസ് ആണ്. എന്നാൽ സ്പെഷ്യൽ കെയറിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 3 തൊട്ട് 10 വയസ്സുള്ളവർക്ക് 4800 രൂപയും GSTയും സെസ്സുമാണ്. 11 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെയുള്ളവർക്ക് 5325 രൂപയും GSTയും സെസ്സുമാണ്. 21 തൊട്ട് 25 വയസ്സുള്ളവർക്ക് 6075 രൂപയും GSTയും സെസ്സുമാണ്. അപ്പൊ ഇത് നമ്മൾ കാണുന്നത് പോളിസിയിൽ വളരെയൊന്നും വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ പോളിസി ആണെന്ന് കരുതിയിട്ട് ഇതിന് വളരെ ചാർജ് ഒന്നും കമ്പനി കൂടിയിട്ടില്ല എന്നാണ് നമുക്ക് ഇതിന് കാണാൻ കഴിയുന്നത്. അവര് കുറച്ച് ഒരു ചാരിറ്റി കൂടി ഇതിനകത്ത് കാണുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നു പ്രീമിയം ചാർട്ട് പരിശോധിക്കുമ്പോഴാണ്. ആദ്യത്തെ 10 വയസ്സുള്ളവർക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ള പോളിസിയേക്കാൾ കുറവാണ് ഇതിനകത്ത്. 3 ലക്ഷത്തിന് ഇവിടെ കൊടുക്കുമ്പോൾ 4485 രൂപയ്ക്ക് കിട്ടുമ്പോൾ ഇവിടെ വെറും 4800 രൂപയ്ക്ക് 3 മുതൽ 10 വയസ്സ് വരെ പോളിസി കിട്ടുന്നു. അങ്ങനെ 5325, 6075 അങ്ങനെയാണ് പോളിസി മുമ്പോട്ട് പോകുന്നത്. അപ്പോ സ്റ്റാറിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. തേർഡ് പാർട്ടിയുടെ അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാതെ നടക്കുന്നതാണ് സ്റ്റാറിന്റെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലൂടെയുള്ള ട്രീറ്റ്മെന്റ്. അങ്ങനെ കൊണ്ട് എന്നെ ക്ലെയിം പ്രോസസിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കസ്റ്റമർക്ക് ഉണ്ട്. പിന്നെ ഇതുവരെ 12,739 കോടിയാണ് ക്ലെയിം അവർ കൊടുത്തിട്ടുള്ളത്. 90% കേസുകളിലും ക്യാഷ്ലെസ് കേസ്, അതായത് അവരുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിലുള്ള ചികിത്സയ്ക്ക് 2 മണിക്കൂറിനുള്ളിൽ 90% കേസുകളിലും അവർ ക്യാഷ്ലെസ് ക്ലെയിമുകൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ 16.50 കോടി ആളുകളാണ് ഇതുവരെ അവരുടെ കവറേജിൽ വന്നിട്ടുള്ളത്. 48 ലക്ഷം ക്ലെയിമുകളാണ് അവർ ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടുള്ളത്. 10,000-ഓളം നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളാണ് ഇന്ത്യയിൽ മുഴുവനുള്ളത്. ഇതാണ് സ്റ്റാറിന്റെ. അതിന് പിന്നെ സ്റ്റാറിന് കിട്ടിയിട്ടുള്ള കുറെ റെക്കഗ്നേഷനുകളാണ്, നമ്മുടെ വിഷയമല്ല. അപ്പൊ ഇതാണ് എനിക്ക് ബേസിക് ആയിട്ട് അതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് വരട്ടെ സാർ. ഒരു ഇഷ്യൂ എനിക്കും ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഈവൻ ഐ തോട്ട് അബൌട്ട് ഈ നമുക്ക് വെൻ വി ഗെറ്റ് സർട്ടിഫിക്കറ്റ്, ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ കിട്ടുന്നത് ASD ഇതെല്ലാം ഓട്ടിസം ഉണ്ടെങ്കിലും ഒരു ജനറൽ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. മെന്റൽ റിട്ടാർഡേഷൻ 50%, 40% എന്നും പറഞ്ഞാണ് തരുന്നത്. സ്പെസിഫിക് ഓട്ടിസം എന്നും പറഞ്ഞ് സാധാരണ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അത് വരുമ്പോഴത്തേക്കും മെന്റൽ റിട്ടാർഡേഷൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് കവേർഡ്, അപ്പൊ പിന്നെ ഇതിന്റെ അർത്ഥമില്ലല്ലോ, ഈ പോളിസി ഇറ്റ് സെൽഫ് ബിക്കംസ് മീനിങ്ലെസ്. അതെ അതെ, ഇവിടെ അവർ പറയുന്ന സ്കോർ ബോർഡാണ് ചോദിക്കുന്നത് പ്രധാനമായിട്ട്. സ്കോർ ബോർഡ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 2-3 തരത്തിലുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്കെയിൽ ഓഫ് അസസ്മെന്റ്, പിന്നെ US അംഗീകരിച്ചിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഓട്ടിസം റേറ്റിംഗ് സ്കോർ, പിന്നെ ട്രിവാൻഡ്രം ഓട്ടിസം ബിഹേവിയർ ടെസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സ്കോർ ബോർഡുകളാണ്. സ്കോർ ബോർഡുകളിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന തരത്തിൽ ഡിവൈഡ് ചെയ്യുന്ന. നമുക്ക് ആ സ്കോർ ബോർഡ് നിങ്ങളുടെ ആസ് പെർ ദാറ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ ആ സ്കോർ ബോർഡ് ഉണ്ടാക്കി വിൽ ഹാവ് ടു സബ്മിറ്റ് by a concerned doctor or psychologist ആരെങ്കിലും അല്ലേ? അപ്പോ ഞാൻ ഇത് പഠിക്കാൻ വേണ്ടി കൂടുതൽ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവര് പറഞ്ഞത് സ്കോർ ബോർഡുകളാണ് സാധാരണയായിട്ട് ആൾക്കാർ കൊടുക്കുന്നത്. സ്കോർ ബോർഡാണ് അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ്.
അപ്പൊ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ ഇതിനകത്ത് കൂടുതൽ അറിവുണ്ടാക്കാൻ അത് ഗുണമായിരിക്കും. കാരണം ഈ മേഖലയിലെ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഞാൻ അവരോട് സംസാരിക്കാറുള്ളത്. അപ്പൊ ദാറ്റ് മീൻസ് അത് തന്നെ ആ സ്കോർ ബോർഡ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, നോട്ട് ദ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്. കറക്റ്റ്, മനസ്സിലായി? അവര് അതൊന്നും ചോദിക്കുന്നില്ല. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അല്ല ചോദിക്കുന്നത്. അവര് ചോദിക്കുന്നത് പിന്നെ സ്പെഷ്യലിസ്റ്റുകളുടെ റിപ്പോർട്ട്. അത് സാധാരണ ഉണ്ടാവുന്നതാണല്ലോ. പക്ഷെ സ്കോർ ബോർഡാണ് അവർ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. പക്ഷെ ആ സ്കോർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വേഗ് ടേം, ബിക്കോസ് ദർ ആർ ഡിഫറെന്റ് സ്കോർസ്, ഡിഫറെന്റ് വേസ് ഓഫ് അസസ്മെന്റ്. അപ്പൊ അത് ഏതാണെന്നുള്ളത് ഐ തിങ്ക് വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അത് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കണം ഈ കുട്ടിയുടെ കണ്ടീഷൻ, ജസ്റ്റ് ലൈക്ക് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ. പിന്നെ ഇത് ചോദിച്ചു, ഏതെങ്കിലും ഈ അതർ ദാൻ ഓട്ടിസം മറ്റ് ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളതിനെ കുറിച്ച് ഈ ഹെൽത്ത് ഇൻഷുറൻസ് സപ്പോർട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഒരു പോളിസി ഈ മേഖലയിലേക്ക് വരുന്നത്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ASD സ്പെക്ട്രം. യഥാർത്ഥത്തിൽ ഓട്ടിസം എനിക്ക് എന്റെ പരിമിതമായ അറിവില് ആസ്പെർജർ സിൻഡ്രോം ഒക്കെ ഓട്ടിസത്തിനകത്ത് വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഈ സ്പെക്ട്രത്തിനകത്തേക്ക് അതിനെ ഉൾപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ സ്പെക്ട്രത്തിനകത്ത് വരുന്നവയാണ് അവരുദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ്, എനി ക്ലാരിഫിക്കേഷൻ? ഞാനൊരു ക്വസ്റ്റ്യൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് സാറേ, ഒന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്ന് വ്യക്തമാവുമായിരുന്നു. ചോദിക്കാം. അതായത് ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡൗൺ ASD കേസസ് മാത്രമേ ഉള്ളൂ. അതല്ലാത്ത കുട്ടികളും നമ്മളെ നിശ്ചിന്തയിലുണ്ട്. ഡൗൺ സിൻഡ്രോം, മെന്റൽ റിട്ടാർഡേഷൻ. അവർക്ക് ഈ സ്കോർ സർട്ടിഫിക്കറ്റോ വാട്ട് എവർ വി ക്യാൻ ഗെറ്റ്, അത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ ഇൻഷുറൻസിന് വേണ്ടി? സാറേ, ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ ചൈൽഡിന് വേണ്ടി ഒരു പോളിസി വരുന്നത് മെയിൻ സ്ട്രീമിൽ. അത് സ്പെഷ്യൽ കെയർ ആണ്. സ്പെഷ്യൽ കെയർ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ASD പീപ്പിൾ. അപ്പൊ ഇത് ASD അല്ലാത്ത കുട്ടികളുടെ പാരന്റ്സും ഇതിൽ പെടാൻ പറ്റില്ല, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല? ഇല്ല സാറേ, അതാ ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു പോളിസി വരുന്നത്. വരുന്ന പോളിസി എക്സ്ക്ലൂസീവ്ലി ഫോർ ASD. നമുക്ക് അതാ പറഞ്ഞത്, ഇതിന്റെ കൂടെ സെറിബ്രൽ പാൾസി ഉണ്ടെങ്കിൽ പോലും റിജക്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. മെന്റൽ റിട്ടാർഡേഷൻ, ഓട്ടിസം വിത്ത് മെന്റൽ റിട്ടാർഡേഷൻ പോലെ റിജക്ട് ചെയ്യുന്നു. ഈ രണ്ട് കേസുകളിലും റിജക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഒരു മൈൽഡ് മോഡറേറ്റ് ASD ഉള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നമുക്കിപ്പോൾ ഇത് പ്രയോജനപ്പെടുക. ഇനി വരേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിൽ ഇല്ല, വരേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയാണ് നമുക്കൊരു ആശ്വാസമാണ് ഈ വാർത്ത, ഒരു ആശ്വാസമാണ്. അല്ലാതെ നമുക്ക് പൂർണ്ണമായും നമുക്ക് സന്തോഷിക്കാനുള്ള അവസരമായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊരു ആശ്വാസം. അതെ സാറേ, ഇതിന്റെ ഒരു എപ്പോഴും ഈ കമ്പനികളെ നിലനിർത്തുന്ന ഒരു റേഷ്യോ ഉണ്ട്. ഇതിന്റെ ഒരു ക്ലെയിം റേഷ്യോ ഉണ്ട്. ഈ ക്ലെയിം റേഷ്യോ ആണ് കമ്പനികളെ നിലനിർത്തുന്നത്. ക്ലെയിം റേഷ്യോയില് ഹൈ ക്ലെയിം റേഷ്യോയിലേക്ക് പോകുന്ന കമ്പനികൾ പരാജയപ്പെട്ട് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ക്ലെയിം റേഷ്യോയ്ക്ക് അകത്ത് ഇനി ഒരു കുറെ വർഷങ്ങള് ഈ സ്പെഷ്യൽ കെയറിൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊരു പരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മേഖലയിൽ ഈ ഒരു പോളിസി വന്നിട്ട് കുറച്ച് വർഷങ്ങൾ അവർക്ക് അവരുടെ ക്ലെയിം റേഷ്യോയില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകുന്ന ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പോളിസികൾ വരും. ഞാനങ്ങനെ പറയാൻ കാരണം, ഇന്ത്യയിൽ സ്റ്റാർ മാത്രമേ ഇത്ര പരീക്ഷണങ്ങൾ നടത്തുന്നുള്ളൂ. അവർക്ക് കാർഡിയാക് കെയർ ഉണ്ട്. സ്ട്രോക്ക് വന്നവർക്ക് പോളിസി ഇല്ല സാർ, ഒരു പോളിസി ഇല്ല. ക്യാൻസർ വന്നവർക്ക് പോളിസി ഇല്ല, അവർക്ക് ക്യാൻസർ കെയർ ഉണ്ട്. ഇനി HIV പോലും സ്റ്റാർ പോളിസി തുടങ്ങി കഴിഞ്ഞു. ഇങ്ങനെ ഓരോ മേഖലയിലേക്ക് അവർ പോളിസി കൊണ്ടുവന്നിരിക്കുക. HIV ഒരു പോളിസി ഇന്ത്യയിൽ വേറെ ഒന്നുമില്ല. അപ്പൊ HIV ഒരു പോളിസി വന്നു. ഭാവിയിൽ നമുക്കൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇനി കടന്നു വരുന്നവർക്കെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോളിസി വരും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോ നമുക്ക് വെക്കാൻ കഴിയത്തുള്ളൂ.
Yeah. But at least some subset of few children from നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തീർച്ചയായും അതാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു 5% പേർക്കായിരിക്കും ഇപ്പോൾ ഇതുകൊണ്ട് പ്രയോജനം. പക്ഷേ ഇത്തരം പോളിസികളുടെ വിജയത്തിന് ശേഷം ഞാൻ പറഞ്ഞില്ല HIV പോളിസി വന്നു, അതേപോലെ സ്പെഷ്യാലിറ്റി കേസുകളിൽ പോളിസികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഈ പോളിസിയുടെ വിജയത്തോടു കൂടി. No, I consider it as more of an information because I heard about this, so I thought I requested Mr. Srikumar to present what it is. That was തീർച്ചയായിട്ടും ഞാൻ കണ്ടതും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ പോലുള്ള കമ്മ്യൂണിറ്റികളിൽ കൊണ്ടെത്തിക്കുക. നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ആയിരിക്കും ചിലപ്പോ ഇപ്പോ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുക. അപ്പൊ ആ ഒരു മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ കണ്ടതും. Even my objective was also to bring this information, even though this is not going to be helpful for നമ്മുടെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കില്ല. കാരണം ധാരാളം പേര് 25 വയസ്സ് കഴിഞ്ഞവരുണ്ട് ഓട്ടിസം തന്നെ, മറ്റ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉള്ളവരുണ്ട് ഞങ്ങളുടെ കമ്പനി. അപ്പൊ ഒരു ചെറിയ പെർസെന്റേജിന് ഡെഫിനറ്റ്ലി ദിസ് വിൽ ബി യൂസ്ഫുൾ. സെക്കൻഡ് ഈസ് ഇതിനൊരു ക്ലാരിറ്റി കിട്ടി, ഇങ്ങനെ ഒരു പോളിസി ഉണ്ട് എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടി. സോ ദാറ്റ് ഈസ് ദി ടേക്ക് അവേ ഫ്രം ദിസ് സെഷൻ. അതാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസും ഇപ്പോൾ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ 25 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇതിന്റെ ഈ ലൈഫ് ലോങ് ഇൻഷുറൻസ് കവറിലേക്ക് വരാൻ കഴിയാതെ പോകുന്നു. പക്ഷെ ഇനി ഇതിനകത്ത് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈഫ് ലോങ് 25 വയസ്സ് കഴിഞ്ഞിട്ട് കോമൺ പോളിസിയിൽ എത്താൻ കഴിയുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. Yeah, so that means once they join this policy join ചെയ്തു കഴിഞ്ഞാൽ after 25 years they can take a normal policy. Normal health insurance policy. അതെ. അപ്പൊ ഇതൊരു തുടക്കമാണ്. ഇപ്പോ സാറിനെ പോലുള്ളവരൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇനി വരാൻ പോകുന്നവർക്കാണ് ഇതിന്റെ ഉപയോഗം കിട്ടാൻ പോകുന്നത്. Sir, any more questions? I have a question. A question. Can I ask? Yeah, please. Yes, sir. My name is Rajgopal. I am residing in Bombay. Yeah. I was actually going through my son's disability certificate. So I'll just read out what it says. If you don't mind, just bear with me for 2 minutes. Yeah. So it says that my son is a slow learner with mild autism and IQ equal to 82, and it has an ISAA score, which is 73. My son is 12 years old. Okay. Now, currently, he is not undergoing any therapy. He doesn't have any other comorbidities of any nature. So, my straight question is that I have past assessment reports of his, which was taken at a private hospital. And this certificate that I'm referring to is a government hospital certification. So, will this be adequate for me to make an application to start? Okay, sir. Sir, first we have to submit scoreboard for underwriting process. You can definitely submit for underwriting process this scoreboard. After their result, we can apply for insurance. Full login. What do I need to do to create the scoreboard? Sir, ഈ അസസ്മെന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്കോർ ബോർഡ് അല്ലേ സർ രാജീവ് സാർ? No, that is what. ഇപ്പൊ നിങ്ങൾ the scoreboard is a very general term. ഇപ്പൊ നിങ്ങൾ scoreboard എന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങൾ scoreboard എന്ന് മനസ്സിലാക്കുന്നത് it can be different. What it contains can be different. So, does the star provide saying that what standard? Because ipo one Mr. Rajagopal told now that some score, no, whatever percentage. ISAA. ISAA. So is ISAA score, is it sufficient? That's a score. ISAA is sufficient. Indian Standard Scale of Assessment. Yeah. Correct. Fine. So that is a score. Yeah, that is a score then.
സാറേ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാം. ഹി ക്യാൻ ഡെഫിനറ്റ്ലി അപ്ലൈ ഫോർ ദിസ് പോളിസി. ഓക്കെ. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഇതുണ്ടോ, എന്താ വാലിഡിറ്റി ഉണ്ടോ? കാരണം ഈ അസസ്മെന്റ് സർട്ടിഫിക്കറ്റ് 2 വർഷം മുമ്പിൽ എടുത്തിരുന്നു. ഇപ്പൊ മകൻ 12 വയസ്സായി. അതിനുവേണ്ടി എന്തെങ്കിലും എന്താ ടൈം സെൻസിറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടോ? സാറേ ഞാൻ അത് ചെക്ക് ചെയ്തതിന് ശേഷം സാറിന് കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ശരി, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. സാറ് 2 വർഷത്തിന് മുമ്പാണ് അസസ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇപ്പം മകന് 12 വയസ്സുണ്ട് അല്ലേ? അതെ അതെ. ഒരേ ഒരു നിമിഷം ഞാൻ പറയാം. 1 മിനിറ്റ്. ഇത് 2017 ഡിസംബർ 2017 ആണ് സർട്ടിഫിക്കറ്റ്. സാറേ എനിക്ക് ആ സർട്ടിഫിക്കേഷൻ ഒന്നും വാട്സാപ്പിൽ അയച്ചു തരാമോ? ഞാൻ അത് വെച്ചിട്ട് സംസാരിക്കാം. നോ പ്രോബ്ലം, എനിക്ക് അതിലൊരു പ്രോബ്ലം ഇല്ല, ഞാൻ ചെയ്യാം. ഞാൻ അത് വെച്ചിട്ട് കമ്പനിയോട് സംസാരിച്ചിട്ട് എങ്കിൽ മാത്രം നമ്മൾ പിന്നെ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. നോ പ്രോബ്ലം, ഞാൻ ഇമെയിൽ ചെയ്യാം. ബെറ്റർ ഐ വിൽ ഇമെയിൽ ഇറ്റ് ടു യു. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ഇമെയിൽ ഐ ഡി സാർ കണ്ടായിരുന്നോ? ഞാൻ പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ സ്ലൈഡില്. അതെ. You have noted down? ഒരു നിമിഷം. You can just tell. ഞാൻ ഈ chat box ൽ ഇടാം. I will just so you can. Sure. ഞാൻ നോട്ട് ചെയ്തോളാം. Yeah, I have one more question. Yeah. I'm Chandrasekhar from Chennai. Yeah. sir. Mr. Srikumar. എല്ലാം വിടും. ശരിയാ ബൈ. Sorry. Am I audible, Mr. Srikumar? Yes sir, yes sir. I mean basically like nammalipo we are taking some regular insurance as a family ipo paranja Mediclaim other things. Okay. adile nammalipo inganthe oru kuttiyum koodi nammal include cheyyumbo whether nammal idu ee kutti autistic aanu ennu paranjulla information nirbandhayittu nammal adile ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെന്നാണ് സാറേ പറയുന്നത്. സാറേ അതിനെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്നാണ് കണക്കൂട്ടുന്നത് മെയിൻ സ്ട്രീം ഇൻഷുറൻസിൽ. ഓക്കെ. അപ്പോ ഇത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന്റെ കൂട്ടത്തിൽ വരുമോ ഓട്ടിസം സ്പെക്ട്രൽ ഡിസോർഡർ? അത് ഇതിനകത്ത് വരുമെന്നാണ് പറയുന്നത്. അതായത് നമ്മള് മെയിൻ സ്ട്രീം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് നമ്മൾ സൂചിപ്പിച്ചാൽ അണ്ടർ റൈറ്റിംഗ് പ്രോസസ്സിൽ ഈ പോളിസി റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. റിജക്ട് ചെയ്യുകയാണ്. നമ്മൾ സൂചിപ്പിക്കാത്തത് കൊണ്ടാണ് റിജക്ട് ചെയ്യാത്തത്. എപ്പോഴെങ്കിലും അത് കണ്ടെത്തി കഴിഞ്ഞാൽ പോളിസി ക്യാൻസൽ ആവും. അവിടെയാണ് അതുകൊണ്ടാണല്ലോ ഓട്ടിസം പീപ്പിളിന് വേണ്ടി പ്രത്യേക പോളിസി തുടങ്ങിയത്. ഓക്കെ, ഞാൻ പറയുന്നത് അത് മുമ്പാണ്. ഇപ്പോഴത്തെ ഈ പോളിസി വരുന്ന മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. സ്റ്റെയർ ഹെൽത്തിലായിരുന്നു. അപ്പോ ഈ കുട്ടിക്ക് ഈ ഓട്ടിസം സംബന്ധിച്ച ഒരു രോഗം അല്ലായിരുന്നു, വെറുതെ ഒരു നോർമൽ ഫീവർ ആയിരുന്നു. അപ്പോ ആ ഡോക്ടർ ഡിസ്ചാർജ് സമ്മറിയിൽ ഓട്ടിസം എന്ന് ഒരു വാക്ക് എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് ആ മൊത്തം ക്ലെയിം റിജക്ട് ആയി. സാറേ അത് നേരത്തെ ഉണ്ട് സാറേ. ഞാൻ പറഞ്ഞത് ഓട്ടിസം, പിന്നെ സ്ട്രോക്ക് വന്നവര്, പിന്നെ അൾഷിമേഴ്സ്, പിന്നെ ക്യാൻസർ, ഇങ്ങനെയുള്ള കിഡ്നി ഫെയിലുവർ, ഇത്തരം പ്രശ്നമുള്ളവർക്കൊന്നും പോളിസി ഇല്ല. ഇൻബോൺ ഉള്ള ഓട്ടിസം, സെർബൽ പാൾസി, ഇതിനൊന്നും പോളിസി ഇല്ല. അത് ഷോ ചെയ്യേണ്ടതായിരുന്നു. സാറേ അത് യഥാർത്ഥത്തിൽ ഇതിന്റെ മുഴുവൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിനകത്തുണ്ട്. പക്ഷെ ഈ തരുന്ന ഏജന്റുമാര് നമ്മളോടത് പറയാറില്ല. ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും കോമൺ പോളിസിക്കും ബാധകമാണ്. ഇതൊന്നും എടുക്കുമ്പോൾ നമ്മളോട് പറയാറില്ല. പറയാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ഞാൻ എന്തുകൊണ്ട് ചോദിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ പ്രീ എക്സിസ്റ്റിംഗിന് 4 വർഷത്തിന് ശേഷം കവറേജ് ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്. പക്ഷെ അതില് ഓട്ടിസം വരില്ല. ഓട്ടിസം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ല. ഈ 4 years ആയാലും ഇല്ല. സെർബൽ പാൾസിക്ക് ഇല്ല. മറ്റുള്ള അസുഖങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ 4 വർഷം കഴിഞ്ഞുണ്ട്. ഏതാണ് ഇപ്പൊ നമുക്ക് കൊളസ്ട്രോള്, ഷുഗർ, അതുപോലുള്ള. അതേസമയം നമുക്ക് ക്യാൻസർ ആണെങ്കിൽ പേടിയായിട്ട് കൂട്ടത്തില്ല, നമുക്ക് പോളിസി ഇല്ല. നമുക്ക് പോളിസി ലഭിക്കാത്ത അസുഖങ്ങളും ഉണ്ട്. 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷം കൊണ്ട് മാത്രം കവറേജ് കിട്ടുന്ന അസുഖങ്ങളും ഉണ്ട്. 2 തരം അസുഖങ്ങളുണ്ട്.
Hello, sir. വ്യക്തമായ സാറേ? Hello. ഹലോ. Yes. Question, Mr. Padmakumar. സാറേ, എന്റെ പേര് പത്മകുമാർ എന്നാണ് സാർ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണ് സാറേ. സംസാരിക്കാവോ? Please go ahead. സാർ പിന്നെ എനിക്ക് എന്റെ മോന്റെ UDID കാർഡിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവസാനം എല്ലാ 4 പേജും കഴിഞ്ഞ് ലാസ്റ്റ് പേജിൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് റിജക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് സാർ. എനിക്ക് അവന് ഇതുവരെ അത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല സാർ. അപ്പൊ അതിന് ഒരു മനുഷ്യരുടെ കോൺടാക്റ്റോ അങ്ങനെ മെയിലോ ഒന്നും കാണുന്നില്ല. അപ്പൊ അത് കാരണം മോന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുവാണ്. I don't know. സാറേ ആധാറാണോ സാറേ പറയുന്നത്? അല്ല ഇത് this is the special കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള UDID കാർഡിന്റെ ആണ്. അത് ലോക്കൽ അവിടുത്തെ ഏതാണ് നാഷണൽ ട്രസ്റ്റിന്റെ പരിവാർ ഗ്രൂപ്പിൽ കോണ്ടാക്ട് ചെയ്യണം. ട്രിവാൻഡ്രത്താണെങ്കിൽ അത് എവിടെയാ സാർ അതിന് കോണ്ടാക്ട്? നിരാമയ ഇൻഷുറൻസ് അതാണല്ലോ? അതല്ല നിരാമയ അല്ല. ഐ മീൻ UDID. അല്ല, this is for the UDID കാർഡിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പൊ അത് നമ്മുടെ ഓൺലൈനാണ് സാർ. അപ്പൊ ഓൺലൈനിൽ ഒരു 4 പേജിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ഈ മെഡിക്കൽ ഇത്, അങ്ങനെ 4ാമത്തെ പേജിൽ അവര് ആസ്ക് ഫോർ ആധാർ ആൻഡ് ഓൾ. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അവര് അത് കഴിയുമ്പോൾ മോന്റെ ആധാർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ മോൻ ഇതുവരെ ഞങ്ങൾ ആ UDID കാർഡിന് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ഞാന് പിന്നെ അക്ഷയയുടെ 1-2 ഇതിൽ കൂടെയൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ എല്ലാവരും പറയുന്നത് പിന്നെ ഇത് അവിടെ വെച്ചിട്ട് ഇതാവുകയാണ്, ഫ്രണ്ടിലോട്ട് പിന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് കോൺടാക്ട് അസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടു. ഞാൻ അതിലോട്ട് മെയിൽ അയച്ചു. ഒരു 3-4 പ്രാവശ്യം ഞാൻ മെയിൽ അയച്ചു. പിന്നെ അതിനകത്ത് കോൺടാക്ട് നമ്പറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് വിളിച്ചു ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് കാരണം ഇപ്പൊ സ്കൂളിൽ അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ UDID കാർഡ്. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതിനെന്തേലും ഒരു I don't know. ഈ ഇപ്പോഴത്തെ ദിസ് പെർട്ടിക്കുലർ സെഷനുമായിട്ട് ഇതിന് എനിക്ക് വലിയ കണക്ഷൻ എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. അറ്റ്ലീസ്റ്റ് ഫ്രം any other question relevant to ഇതിന്റെ? Otherwise, thank you very much. Will thank you Sri Kumar, information തന്നതിൽ. We got some clarity. കുറച്ചൊരു ക്ലാരിറ്റി. ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാലും മതി. ഇപ്പോഴല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം കുറച്ച് കഴിഞ്ഞിട്ടുള്ള സംശയങ്ങൾ ഫോൺ നമ്പർ ഉണ്ട്, വാട്സാപ്പ് നമ്പർ ഉണ്ട്, മെയിൽ ID ഉണ്ട്. സർ അതൊന്ന് ഷെയർ ചെയ്യുമോ സർ? ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. സാറേ ഞാനത് ആ സ്ലൈഡ് ഒന്ന് ഇടണോ? സ്ലൈഡ് ഇട്ട് കഴിഞ്ഞാൽ നോട്ട് ചെയ്തോളൂ എല്ലാവരും. സാറേ കാണാമോ? കാണാം. പ്ലീസ് ആർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ്, വാട്സാപ്പ് നമ്പർ, മെയിൽ ID, ഫോൺ നമ്പർ പ്ലീസ് ടേക്ക് ഡൗൺ. Yeah, so Mr. Sri Kumar, thank you very much. തന്നതില്. കാരണം ഇനി ഒരു വലിയ സ്ട്രഗിൾ ആണ് പേരൻസിന്. കാരണം ഓട്ടിസം മാത്രം എന്തെങ്കിലും ഒന്ന് തുടങ്ങി ഇതേപോലെ മറ്റ് ടൈപ്പുള്ള ഡിസബിലിറ്റിക്കും ഐ തിങ്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒന്നാണ് എന്റെ ആഗ്രഹം. നമുക്കിപ്പോ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കണ്ടെത്താൻ കഴിഞ്ഞത്. ഭാവിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത്രയധികം സ്പെഷ്യൽ കേസുകൾക്ക് പോളിസി തുടങ്ങിയ സ്ഥിതിക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും അത്തരം പോളിസികളും വരും. പക്ഷെ ഇപ്പോഴത്തെ പേരൻസ് ആണ് അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. ഭാവി കുറച്ചുകൂടി പ്രതീക്ഷ നിർഭരമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന നിശ്ചിന്തയുടെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നു. ഏത് സമയത്തും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്ക് ദയവായിട്ട് ഈ ഫോൺ നമ്പറിലോ ഈ മെയിൽ ID യിലോ
ബന്ധപ്പെട്ടാൽ മതി. എന്നെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.